2025 ഒരു പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണല്ലേ. ഈ പുതുവർഷത്തിൽ നിർണായക മാറ്റങ്ങളുമായി പ്രമുഖ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ഓയോയും എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ഓയോ മുഖാന അവിവാഹിതർക്ക് റൂം എടുക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശിലാണ് പുതിയ നിയന്ത്രണം നടപ്പിലാക്കാൻ ഓയോ തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ ചെക്ക് ഇൻ രീതികൾ നടപ്പിലാക്കിയ ശേഷം പിന്നീട് എല്ലായിടത്തും വ്യാപിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഓയോ നിർണായക മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവാഹം കഴിക്കാത്ത പങ്കാളികൾക്കും കാമുകന്മാർക്കും മുറി ബുക്ക് ചെയ്യാനാവില്ല എന്ന പുതിയ ചെക്ക് ഇൻ റൂൾ പാർട്ട്ണർ ഹോട്ടലുകൾക്കായി ഓയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യുന്നവർ ഉൾപ്പെടെ ബന്ധം തെളിയിക്കുന്ന രേഖ ചെക്ക് ഇൻ സമയത്ത് സമർപ്പിക്കണമെന്നാണ് ഓയോയുടെ പുതിയ നിയമാവലിയിൽ വ്യക്തമാക്കുന്നത്. അടിയന്തരമായി ഈ നിയമം നടപ്പാക്കാനാണ് ഓയോ ഹോട്ടൽ പാർട്ട്ണർമാർക്ക് നിർദ്ദേശം നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മറ്റിടങ്ങളിലേക്ക് കൂടി ഇത് കൊണ്ടുവരുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ഭാവിയിലേക്ക് അത് ഉണ്ടാകുമെന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഉടൻ തന്നെ ഇത് വന്നേക്കാം. പുതിയ നിയന്ത്രണം നടപ്പിലാവുന്നതോടെ മതിയായ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാത്തവർക്കും വിവാഹിതരല്ലാത്തവർക്കും ഒന്നിച്ച് റൂം എടുക്കാൻ ഓയോ മുഖാന സാധിക്കില്ല. ചെക്ക് ഇൻ റൂളുകളിൽ മാറ്റം വേണമെന്ന കാലങ്ങളായി ഉയരുന്ന ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഓയോയുടെ ഈ പുതിയ നടപടി. ഇക്കാര്യത്തിൽ വിവിധ നഗരങ്ങളിലെ സാമൂഹ്യ സംഘടനകൾ ഉൾപ്പെടെ നിരന്തരം ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ ആതിഥ്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാൻ ഓയോ എക്കാലവും പ്രതിജ്ഞാബദ്ധവുമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ തങ്ങൾ പ്രവർത്തിക്കുന്ന മൈക്രോ മാർക്കറ്റുകളിലെ നിയമപാലകരുടെയും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും അഭിപ്രായങ്ങൾ കൂടി ശ്രദ്ധിക്കുകയും അവയ്ക്ക് വേണ്ടി വിധത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഉത്തരവാദിത്വവും ഞങ്ങൾ തിരിച്ചറിയുന്നതിനാലാണ് ഈ മാറ്റങ്ങൾ വന്നത്. ഓയോ നോർത്ത് ഇന്ത്യൻ റീജിയൻ ഹെഡ് പവാസ് ശർമ്മയെ ഉദ്ധരിച്ച് PTI ആണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ അവിവാഹിതരായ കപ്പിൾസിന് ഓയോ മുഖാന റൂം എടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ വിവിധ നഗരങ്ങളിൽ ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുകയും ചെയ്തു. നിലവിൽ ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തിയ മീററ്റിൽ നിന്നുൾപ്പെടെ സാമൂഹ്യ സംഘടനകളും ജനകീയ കൂട്ടായ്മകളും ഇക്കാര്യത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഓയോ തങ്ങളുടെ നയങ്ങളിൽ കാതലായ പരിഷ്കാരം കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പുതുവത്സര രാത്രിയിൽ രാജ്യത്ത് ലക്ഷക്കണക്കിന് പേരാണ് ഓയോ റൂമുകൾ ഉപയോഗിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 10 ലക്ഷത്തിലധികം ആളുകളാണ് ന്യൂ ഇയറോടനുബന്ധിച്ച് രാത്രി മുറികൾ ഉപയോഗിച്ചത് എന്നാണ് ഓയോ CEO റിതേഷ് അഗർവാൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 58% വർധനയാണ് ഇക്കുറി ഉണ്ടായത് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയൊരു നിയമം നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ കവിതാക്കളും കഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.